ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 560 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത്. ആ 560 കിലോമീറ്റർ സഞ്ചരിച്ചെത്തിയത് ഈ മൂന്നാമത്തെ പോയിന്റ് പറയാനാണ്. ആദ്യത്തെ 2 പോയിന്റുകൾ കേൾക്കാൻ നല്ല സുഖമുള്ളതാണ്. ഭാരതത്തിന്റെ മഹത്വം, മതസൗഹാർദ്ദത്തിന്റെ പ്രസക്തി. ഇനിയും പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ കേൾക്കാൻ കുറച്ച് സുഖമില്ലാത്തതാണ്. ആദ്യത്തെ 2 നമ്മുടെ പോസിറ്റീവാണ്, ഇനിയും പറയാൻ പോകുന്ന 2 നമ്മുടെ നെഗറ്റീവാണ്. ആദ്യത്തേത് നമ്മുടെ മേന്മയാണ്, ഇനിയും പറയാൻ പോകുന്ന നമ്മുടെ ന്യൂനതയാണ്. ആദ്യത്തേത് മറന്നാലും കുഴപ്പമില്ല, കാര്യം അത് നമ്മുടെ രക്തത്തിലും ആത്മാവിലും അലിഞ്ഞു ചേർന്നതാണ്. ഇനിയും പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ മറക്കരുത്. 95% മഹത്വമുള്ള ഒരു ജനതയാണ് നമ്മൾ. പക്ഷേ 5% പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്, പക്ഷെ ചില ന്യൂനതകളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ വേദിയിൽ നമ്മുടെ കുറ്റം പറയുന്നു? അത് പറഞ്ഞ് പരിഹരിക്കാൻ കൂടിയുള്ള വേദികളാണ് ഇത്തരം സദസ്സുകൾ. പൊതുവെ നമ്മുടെ കേരളത്തിൽ 2 തരം വേദികളാണുള്ളത്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിനെ കണ്ണടച്ചെങ്കിൽ പ്രശംസിക്കും, ഇതിന് തെറ്റുകുറ്റങ്ങളില്ല, പിഴവുകളില്ല, കുറ്റങ്ങളില്ല, പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഇതിനെ അന്ധമായി പ്രശംസിക്കും. അല്ലെങ്കിൽ ഇതിനെ അന്ധമായി വിമർശിക്കും. ഇതെല്ലാം പ്രതിലോമമാണ്, ഇതെല്ലാം വർഗീയമാണ്, ഇതെല്ലാം മോശമാണ് എന്ന് പറഞ്ഞു. അന്ധമായ പ്രശംസയും അപകടമാണ്, അന്ധമായ വിമർശനവും അപകടമാണ്. നമുക്ക് കണ്ണു തുറന്നുള്ള പ്രശംസയും നിഷ്പക്ഷമായ വിമർശനവുമാണ് വേണ്ടത്. നമ്മൾ എല്ലാ മലയാളികളും നിർബന്ധപൂർവ്വം വായിച്ചിരിക്കേണ്ട, എല്ലാ അമ്പലങ്ങളിലും നിർബന്ധപൂർവ്വം മേടിച്ചു വെക്കേണ്ട ഒരു പുസ്തകത്തെക്കുറിച്ചാണ് അടുത്ത സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 8 വർഷം ഞാൻ 2600 വേദികളിലോളം പങ്കെടുത്തിട്ടുണ്ട്. 2600 വേദിയിലും പോയത് ഈ പുസ്തകത്തിന്റെ കാര്യം പറയാനാണ്. എല്ലാ മലയാളികളും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട, എല്ലാ അമ്പലങ്ങളിലും നിർബന്ധപൂർവ്വം മേടിച്ചു വെക്കേണ്ട ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സഹോദരനാണ്. നമ്മൾ എല്ലാവരും അമ്പലങ്ങളിൽ മേടിച്ചു വെക്കേണ്ട ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു സന്യാസിയല്ല, ഒരു ആത്മീയാചാരനല്ല, അത് എഴുതിയിരിക്കുന്നത് ഒരു പോലീസുകാരനാണ്. പുസ്തകത്തിന്റെ പേര് മലയാളി ഇങ്ങനെ മരിക്കണമോ. പുസ്തകം എഴുതിയിരിക്കുന്ന വ്യക്തി ഡോക്ടർ സിബി മാത്യൂസ് IPS, കേരള പോലീസിലെ DGP ആയിരുന്ന, വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ ഒരാളാണ് ശ്രീ സിബി മാത്യൂസ്. ഇദ്ദേഹം ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റിന് വേണ്ടി ഒരു പഠനം നടത്തി. ആ പഠനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ആനുപാതികമായി നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. ശ്രീ സിബി മാത്യൂസ് ചോദിക്കുന്നു, ഏത് മലയാളിയാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്? കേരളീയരിലാണ് ഏറ്റവും ആത്മഹത്യ, മലയാളികളിലാണ് ഏറ്റവും ആത്മഹത്യ. ഏത് മലയാളിയാണ് ഇവിടെ ആത്മഹത്യ? പേജ് നമ്പർ 68 സിബി മാത്യൂസ് ചൂണ്ടിക്കാട്ടുന്നു, കേരള ജനസംഖ്യയിൽ ഏകദേശം 26%-ഓളമാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാരുള്ളത്. ഏകദേശം 20%-ലധികമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരുള്ളത്. ബാക്കി വരുന്ന 50%-ത്തിൽ ചുല്ലുവാനാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹമുള്ളത്. ഇതിൽ 26%-ഓളമുള്ള മുസ്ലിം ജനവിഭാഗത്തിൽ 8% ആത്മഹത്യ. 20%-ലധികമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏകദേശം 12% ആത്മഹത്യ. ബാക്കി വരുന്ന ഈ 50%-ഓളമുള്ള ഭൂരിപക്ഷ ജനവിഭാഗത്തിലാണ് 80%-ഓളം ആത്മഹത്യ നടക്കുന്നത്. ഓർക്കുക, പറയുന്നത് ഒരു ഹിന്ദുവല്ല, ഒരു ക്രിസ്ത്യൻ സഹോദരനാണ്. പറയുന്നത് നമ്മളെ പോലെ സാധാരണക്കാരല്ല, DGP ആയ ഒരു വ്യക്തിയാണ്. പറയുന്നത് ഒരു പ്രഭാഷണത്തിലല്ല, 5 വർഷം ഗവേഷണം നടത്തി MG യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് തീസിസിൽ DC ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിലാണ് ഇത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ ഇത്രയും ആത്മഹത്യകൾ ഉണ്ടാകുന്നത്? എന്താണ് കാരണം? കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിക്ക് പോകുമ്പോൾ, CPM-ന്റെയും CPI-യുടെയും നമ്മുടെ സഖാക്കളുടെയും പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ഈ പോയിന്റ് പറയും. അപ്പൊ അവര് പറയും, സാർ അത് നമുക്ക് ഹിന്ദു എന്ന് പറയണ്ട, പറയുന്നതെല്ലാം വളരെ കറക്റ്റായ കാര്യമാണ്, ബാക്കി പറഞ്ഞ സാർ കുഴപ്പമില്ല, ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കണം. അവിടെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, 26% മുസ്ലിം ജനവിഭാഗത്തിൽ 8% ആത്മഹത്യ, 20%-ഓളമുള്ള ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽ 12% ആത്മഹത്യ, ബാക്കി വരുന്ന 50% കേരളത്തിലെ മനുഷ്യരിലാണ് 80% ആത്മഹത്യ ഉണ്ടാകുന്നത്. കോൺഗ്രസ്സുകാരുടെ പരിപാടിക്ക് പോകുമ്പോൾ അവർ പറയും, സാർ ഹിന്ദുവിനേക്കാൾ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പാർട്ടിക്ക് ചേർന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, 50% ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 20% ആത്മഹത്യ നടക്കുമ്പോൾ 50% ഭൂരിപക്ഷ വിഭാഗത്തിൽ 80%-ഓളം ആത്മഹത്യ നടക്കും.
BJPയുടെ RSSന്റെ പരിപാടിക്ക് പോകുമ്പോൾ അവർ പറയും സാർ ഹിന്ദു ഹിന്ദു എന്ന് തന്നെ എടുത്തു പറയണം. എന്നാൽ ശരി, അങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിലാണ് 80% ആത്മഹത്യ. NSSന്റെയും നായർ സമുദായത്തിന്റെയും സുകുമാരൻ നായർ സാറുടെയും പരിപാടിക്ക്, മഹാനായ മന്നത്തിന്റെ സൗരഭ്യമുള്ള NSSന്റെ പരിപാടിക്ക് പോകുമ്പം അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പക്ഷേ ഹൈന്ദവൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ പറയാം ശരി, അങ്ങനെയാണെങ്കിൽ ഹൈന്ദവരുടെ ഇടയിലാണ് 80% ആത്മഹത്യ. വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെയും SNDPയുടെയും ഒക്കെ പരിപാടിക്ക് പോകുമ്പം അദ്ദേഹം പറയും നമ്പൂതിരി മുതൽ നായാടി വരെ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ പറയാം ശരി, അങ്ങനെയാണെങ്കിൽ നമ്പൂതിരി മുതൽ നായാടി വരെയിലാണ് 80% ആത്മഹത്യ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ബാക്കിയുള്ള മനുഷ്യരെന്ന് വിളിക്കുന്ന, കോൺഗ്രസുകാർ ഭൂരിപക്ഷ സമുദായം എന്ന് വിളിക്കുന്ന, BJPയും RSSും ഹിന്ദുക്കളെന്ന് വിളിക്കുന്ന, നായർ സമുദായക്കാർ ഹൈന്ദവരെന്ന് വിളിക്കുന്ന, SNDPക്കാർ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് വിളിക്കുന്ന ഈ അമ്പലവാസി മുതൽ ആദിവാസി വരെയുള്ള വിഭാഗത്തിലാണ് 80% ആത്മഹത്യ നടക്കുന്നത്. രണ്ടാമത്തെ കണക്ക് ഈ പുസ്തകത്തിലെ പേജ് നമ്പർ 72 സിബി മാത്യൂസ് പറയുന്നു കേരളത്തിലെ മദ്യപാനത്തിന് അടിപ്പെടുന്നവരുടെ കണക്ക്. അതായത് വല്ലപ്പോഴും ഒരു പെഗ് കഴിക്കുന്നവരല്ല, വല്ലപ്പോഴും ബിയർ കഴിക്കുന്നവരല്ല, സുഹൃത്തുക്കളോടിരുന്ന് തമാശയ്ക്കും രസത്തിനും 1-2 പെഗ് മദ്യം കഴിക്കുന്നവരല്ല, മദ്യം കഴിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുന്നവരുടെ എണ്ണം, മദ്യം കഴിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെ തല്ലുന്നവരുടെ, മദ്യപിച്ച് നശിക്കുന്നവരുടെ, ലിവർ സിറോസിസ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 83.7% ഹൈന്ദവ സമൂഹത്തിലാണ്. 83.7 ഈ ഹിന്ദു സമൂഹത്തിലാണ് സംഭവിക്കുന്നത്. അടുത്തത് അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ, വാർദ്ധക്യത്തിൽ ജീറിയാട്രിക് ഇഷ്യൂസ് ഇംഗ്ലീഷിൽ പറയുന്ന ഓൾഡ് ഏജ് ഇഷ്യൂസ്, അത് 82% ഈ ഭൂരിപക്ഷ സമുദായത്തിലാണ് നടക്കുന്നത്. ഡിപ്രഷൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷനുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. വിഷാദ രോഗം എന്നൊക്കെ പറയും. അടുത്ത കണക്ക് കുറച്ചുകൂടെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സിന്റെ നിരക്കുകൾ വർദ്ധിച്ചത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഡിവോഴ്സിലെ വർധനയുടെ നിരക്ക് 700% കുടുംബഛിദ്രങ്ങളുടെ, വിവാഹമോചനങ്ങളുടെ, കുടുംബങ്ങൾ തകർന്നതിന്റെ വളർച്ചയുണ്ടായിട്ടുള്ളത്. അതിൽ ഏകദേശം 89%, 90 നമുക്ക് സാമാന്യവൽക്കരിക്കാം, 90% ഈ ഹിന്ദു ജനവിഭാഗങ്ങളിലാണ്. എന്താണ് ഇതിന് കാരണം? ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാന ചോദ്യം. എന്തുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന് ഈ തളർച്ചയുണ്ടാകുന്നു? ഒന്നാമത്തെ കാരണം, അടിസ്ഥാന കാരണം ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവ്, ദൈവീക വിദ്യാഭ്യാസത്തിന്റെ കുറവ്, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കുറവ്. എങ്ങനെ? ഈ പ്രായത്തിലുള്ള നമ്മുടെ ഒരു അനിയത്തിയോ, ആ പ്രായത്തിലിരിക്കുന്ന നമ്മുടെ അനിയന്മാരോ 5 മുതൽ 8 വയസ്സ് തൊട്ട് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളുടെ കുട്ടി ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 1-2 മണിക്കൂർ വെച്ചെങ്കിലും അവരുടെ സൺഡേ സ്കൂളുകളിൽ, ഓത്തുപള്ളികളിൽ, ബൈബിൾ ക്ലാസുകളിൽ പോവുകയും 18 വയസ്സാകുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ കുട്ടിക്ക്, നമ്മുടെ ഒരു മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് 500 മുതൽ 800 മണിക്കൂർ വരെ ഒരു ആത്മീയ വിദ്യാഭ്യാസം കിട്ടും. നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടി വന്നാൽ കിട്ടുന്നത് ഒരു 50 മുതൽ 80 മണിക്കൂർ വരെ മാത്രമാണ്. ഇതുകൊണ്ട് അവർക്ക് ആഴത്തിൽ ദൈവീകത വർദ്ധിക്കുന്നില്ല, ആത്മീയത വർദ്ധിക്കുന്നില്ല. യേശുദേവനെ പരിചയപ്പെടാൻ പോലെ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പരിചയപ്പെടാൻ പോലെ, പരിശുദ്ധ ബൈബിളോ വിശുദ്ധ ഖുർആനോ പഠിക്കുന്നത് പോലെ ഹൈന്ദവ സമൂഹത്തിന് ഈ പഠനത്തിന്റെ യോഗ അറിയാൻ, ഗീതയെക്കുറിച്ച് അറിയാൻ, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അറിയാൻ, ചട്ടമ്പി സ്വാമിയെ കുറിച്ച് അറിയാൻ, വിവേകാനന്ദനെ കുറിച്ച് അറിയാൻ വേദികൾ ഉണ്ടാകുന്നില്ല. ഈ രീതിയിൽ ഇവർക്കൊരു ആത്മീയ പഠനം ലഭിക്കുന്നില്ല. ഇത് കാരണം ഇവരുടെ SQ അഥവാ സ്പിരിച്വൽ കോഷ്യന്റ് വർദ്ധിക്കുന്നില്ല. ഇത് കാരണമാണ് ഇവരുടെ ഇടയിൽ ഈ വലിയ പ്രശ്നമുണ്ടാകുന്നത്. അടുത്തത് നിങ്ങളോടുള്ളൊരു ചോദ്യമാണ്. എല്ലാ ദിവസവും നമുക്ക് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകാൻ നമ്മുടെ താല്പര്യമാണ്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ഏത് ദിവസമാണ് പ്രത്യേകതയോടുകൂടി പള്ളിയിൽ ചെല്ലുന്നതും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും അവരുടെ ഇടയിൽ പള്ളിയിൽ അച്ഛനോട് ഉപദേശങ്ങൾ ചോദിക്കുന്നതും ഏത് ദിവസമാണ്? ഞായറാഴ്ച. നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അങ്ങനെ അവരുടെ ജുമാ പ്രാർത്ഥനയ്ക്കും അവരുടെ ഇടയിലെ കാര്യങ്ങൾ സംസാരിക്കാനും ആത്മീയ പഠനത്തിനും വേണ്ടി ഏത് ദിവസമാണ് മാറ്റി വെക്കുന്നു? വെള്ളിയാഴ്ച. നമ്മുടെ ഗവൺമെന്റ് പോലും 1/2 മണിക്കൂർ സ്കൂളിലൊക്കെ പലപ്പോഴും ഈ എക്സ്ട്രാ കൊടുക്കും, പോയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ ആത്മീയ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്? ഏത് ദിവസമാണ് നമ്മൾ സ്വന്തം കാര്യങ്ങൾ സംസാരിക്കാനും പരസ്പരം സഹായിക്കാനുമായി മാറ്റി വെക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം.